നമ്മൾ നേരത്തെ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു. ഇനി അതിനോടനുബന്ധിച്ച് അതുപോലത്തെ വേറൊരാളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് കോൾഡ് റിംഗ്. അപ്പോ റിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനെ പോലെ തന്നെ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റിംഗിനെ സംബന്ധിച്ചിടത്തോളം 2 ബൈനറി ഓപ്പറേഷൻസ് ആർ ദെയർ. There are 2 ബൈനറി ഓപ്പറേഷൻസ്. ഓക്കെ, അതില് ആ ബൈനറി ഓപ്പറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ് എന്നും സ്റ്റാർ എന്നുമാണ്. പ്ലസ് എന്നും സ്റ്റാർ എന്നുമാണ് ആ 2 ബൈനറി ഓപ്പറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് എന്നും സ്റ്റാർ എന്നുമാണ് ആ 2 ബൈനറി ഓപ്പറേഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ ഹിയർ. അതായത് ഇത് യഥാർത്ഥത്തിൽ പ്ലസും മൈനസും ആണെന്നല്ല കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ പ്ലസും മൾട്ടിപ്ലിക്കേഷനും ആണെന്നല്ല, നമ്മൾ ആ നൊട്ടേഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്ലസും യഥാർത്ഥത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നൊന്നും നിർബന്ധം പറയാൻ പറ്റില്ല. വി ആർ ജസ്റ്റ് റെപ്രസെന്റേറ്റിംഗ് ദ പ്ലസ് ആൻഡ് സ്റ്റാർ ആസ് ജസ്റ്റ് നൊട്ടേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് തന്നെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. ബൈനറി ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരേ സമയം രണ്ടുപേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ടുപേരെ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ആള് ആ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുകയും വേണം. രണ്ടുപേരെ ഓപ്പറേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ആള് ആ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുകയും വേണം. ഇതാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്ലസ് എന്നും സ്റ്റാർ എന്നും ഡിനോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് 2 ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്ന ആളെ ഒരു റിംഗ് എന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന ഈ ആക്സിയംസ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. താഴെ പറയുന്ന ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. വി ഹാവ് 6 ആക്സിയംസ്. 6 പ്രോപ്പർട്ടി ഇയാൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ റിംഗ് ആകും. 6 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റിംഗ് ആകും. എന്താണ് 6 പ്രോപ്പർട്ടി? നോക്കാം. ദ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? എയും ബിയും സിയും ആറിലുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. കണ്ടല്ലോ, എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇയാൾ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇയാള്. അസോസിയേറ്റീവ് സത്യം പറഞ്ഞാൽ ഇയാള് that is associative property ആണ്. associative property under the operation plus. ഇവിടത്തെ പ്ലസ് എന്ന ഓപ്പറേഷനിലെ അസോസിയേറ്റീവ് ആയിരിക്കണം. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഒരു എലമെന്റ് കാണണം such that a plus 0 is equal to 0 plus a is equal to a. അതായത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡന്റിറ്റി എലമെന്റ് വേണം. ഒരു ഐഡന്റിറ്റി എലമെന്റ് വേണം. ആ ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ 0 എന്ന് ഡിനോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് യഥാർത്ഥ 0 ആണെന്ന് നിർബന്ധമില്ല. യഥാർത്ഥ 0 നമ്മൾ സാധാരണ കാണുന്ന റിയൽ നമ്പർ ആയ 0 അല്ല. ഇയാൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് 0 എലമെന്റ് എന്നാണ്. 0 എലമെന്റ് എന്നാണ് ഇയാളെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഏത് എലമെന്റിന്റെ കൂടെയും ഈ എലമെന്റ് പാർട്ടിക്കുലർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സിമ്പിൾ മാത്രമാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ അഡിഷൻ അല്ല. ഞാൻ പറഞ്ഞു, ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ തിരിച്ചു കിട്ടും. എ തന്നെ തിരിച്ചു കിട്ടും. അതായത് ഐഡന്റിറ്റി എക്സിസ്റ്റ് ഫോർ പ്ലസ്. പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ഐഡന്റിറ്റി എലമെന്റ് കാണും. ആ ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0 എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0 എലമെന്റ്. It is called the 0 element. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഏത് എലമെന്റിന്റെ കൂടെയും വേറൊരു എലമെന്റ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 എലമെന്റ് കിട്ടണം. ഏത് എലമെന്റിന്റെ കൂടെയും എന്താണ് 0 എലമെന്റ്, ഒരു വേറൊരു എലമെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ 0 എലമെന്റ് തിരിച്ചു കിട്ടണം. അതായത് ഇൻവേഴ്സ് ഉണ്ടാകണം. ഓക്കെ, അപ്പോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അടുത്ത പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ കണ്ടു കാണും. ഒന്നാമത് 2 നോൺ എംപ്റ്റി സെറ്റ് 6, അതിന് രണ്ട് ബൈനറി ഓപ്പറേഷൻ വേണം, പ്ലസും മൾട്ടിപ്ലിക്കേഷനും.
അതില് എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ആ പ്ലസ് എന്ന് പറയുന്ന ആൾ അസോസിയേറ്റീവ് ആയിരിക്കണം. ആ പ്ലസ് എന്ന ഓപ്പറേഷനിൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായിരിക്കണം. ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ സീറോ എലമെന്റ് എന്ന് വിളിക്കും. പിന്നെ പ്ലസ് എന്ന ഓപ്പറേഷന് ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടായിരിക്കണം. അതായത് എന്താണ്? മൈനസ് എക്ക് പകരം മൈനസ് എ എന്ന് പറയുന്ന നെഗറ്റീവ് ഓഫ് എ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് അവർ രണ്ടുപേരും കൂട്ടുമ്പോൾ സീറോ എലമെന്റ് തിരിച്ചു കിട്ടണം. ഈ 3 പ്രോപ്പർട്ടിയും വേണം, ആദ്യത്തെ 3 പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിലെ ഓപ്പറേഷൻ പ്ലസ് ആയിരുന്നുവെങ്കിൽ ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിരുന്ന 3 പ്രോപ്പർട്ടിയാണ് ആദ്യത്തെ 3 പ്രോപ്പർട്ടി. ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിരുന്ന 3 പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ പ്ലസ് മാത്രമായിരുന്നു ഓപ്പറേഷൻ എങ്കിൽ നമ്മുടെ സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിരുന്ന 3 പ്രോപ്പർട്ടിയാണ് ആദ്യം പറഞ്ഞ 3 എണ്ണം. അത് തിരിച്ചറിയില്ല. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ഏത് 2 എലമെന്റ് എടുത്താലും അവർ തമ്മിൽ പ്ലസ് ചെയ്യുന്നത് തിരിച്ച് പ്ലസ് ചെയ്യുന്നതും ഈക്വൽ ആണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം അണ്ടർ ദ ഓപ്പറേഷൻ പ്ലസ്. അണ്ടർ ദ ഓപ്പറേഷൻ പ്ലസ് നിങ്ങൾ നോക്കുക, ആദ്യത്തെ 4 ഓപ്പറേഷനും പ്ലസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. പ്ലസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ആണ്. അതെല്ലാം വന്നു 4 എണ്ണം. ഈ 4 പ്രോപ്പർട്ടി നമ്മൾ എപ്പോഴും കാണുന്ന പ്രോപ്പർട്ടിയാണ്. ആദ്യത്തെ 3 എണ്ണം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അത് പ്ലസ് വെച്ചിട്ട് 4ാമത്തെ എന്താണ്? അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ അഡിഷൻ ആകാനുള്ള പ്രോപ്പർട്ടിയാണ് 4ാമത്തെ പ്രോപ്പർട്ടി. ഈ ആദ്യത്തെ 4 എണ്ണം നമ്മൾ നേരത്തെ കണ്ട ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. അത് ഇവിടെയും വേണം എന്നേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കിക്കൊള്ളുക. ABC is equal to ABC. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഈ സ്റ്റാർ എന്ന ഓപ്പറേഷൻ ആണ് കേട്ടോ. ഈ സ്റ്റാർ എന്ന ഓപ്പറേഷൻ ആണ് ഇവിടെ ഇടയിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. സ്റ്റാർ എന്ന ഓപ്പറേഷൻ ആണ്. എയും ബിയും ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം സിയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇസ് ഈക്വൽ ടു എ ഓപ്പറേറ്റഡ് ടു ബി ഓപ്പറേറ്റഡ് ടു സിയും ഒന്ന് തന്നെയാണ്. അതായത് അസോസിയേറ്റീവ് ആയിരിക്കണം. അസോസിയേറ്റീവ് അണ്ടർ ദ ഓപ്പറേഷൻ സ്റ്റാർ. അല്ലെങ്കിൽ നമ്മളിവിടെ സ്റ്റാർ എന്ന് വേണേ പറഞ്ഞോ, കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അല്ല കേട്ടോ, സിമ്പിൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ ഇയാള് അസോസിയേറ്റീവ് ആയിരിക്കണം. ഈ 5ാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞു. ഇനി അവസാനത്തത്, ഇത് പുതിയതായിരിക്കും കേട്ടോ. പക്ഷെ നേരത്തെ കണ്ടിട്ടുണ്ടാവും എങ്കിലും നോക്കിക്കൊള്ളുക. ഇയാളെ നമ്മൾ വിളിക്കുന്നത് എ, ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട് കേട്ടോ. സ്റ്റാർ എന്ന ഓപ്പറേഷൻ ഉണ്ട്. എ സ്റ്റാർ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി പ്ലസ് എ സ്റ്റാർ സി. അതുപോലെ ബി പ്ലസ് സി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു സി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ എ. സി സ്റ്റാർ ഇവിടെ ബി ആണ് കേട്ടോ, ഇത് തെറ്റാണ്. സി സ്റ്റാർ ഇത് തെറ്റാണ്. അതായത് ബി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ എ. അതാണ് ഈ കാണുന്നത്. അതാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ. അതായത് ഇതിവിടെ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത ആളല്ലേ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇവിടെ എന്താണ്? റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത ആളല്ലേ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതാണ് ഇതുവരെ കാണാത്ത ഒരു പുതിയ പ്രോപ്പർട്ടി. പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരാളാണ്, പക്ഷെ എങ്കിലും നമ്മൾ ഈ പാഠത്തിലൊന്നും കണ്ടിട്ടില്ല. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ R എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റ് along with the operation plus and star will be a ring. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യത്തെ 4 പ്രോപ്പർട്ടിയും അഡിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അഡിഷനുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റീവ് ആയിരിക്കണം. അഡിഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പ്ലസുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റീവ് ആയിരിക്കണം. പ്ലസിന് ഐഡന്റിറ്റി എലമെന്റ് കാണണം. അയാളെ നമ്മൾ ഇനി തൊട്ട് വിളിക്കാൻ പോകുന്നത് 0 എലമെന്റ് എന്നാണ്. ആ പ്ലസിന് ഇൻവേഴ്സ് എലമെന്റ് കാണണം. അതായത് നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് എലമെന്റ് എന്നാണ്. ആ പ്ലസുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. കഴിഞ്ഞു. പ്ലസുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. അടുത്ത 6ാമത്തെ പ്രോപ്പർട്ടി, ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ
പ്ലസില് ഡിസ്ട്രിബ്യൂട്ടീവ്, ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. അതായത് എ സ്റ്റാർ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി പ്ലസ് എ സ്റ്റാർ സി ആൻഡ് ബി പ്ലസ് സി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ എ. ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആളൊരു റിംഗ് ആയി മാറി കാര്യം കഴിഞ്ഞു. ഇത് മാത്രമല്ല, കുറച്ച് എക്സ്ട്രാ പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. അതായത് അത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ ആ റിങ്ങിന് കുറച്ച് പ്രത്യേകതകൾ വരും. അതാണ് താഴെ കൊടുത്തേക്കുന്നത്. അതായത് റിംഗ് ആർ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഇഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ എ ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. അതായത് റിങ്ങിന് ബൈ ഡിഫോൾട്ട് ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷന് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടാവും. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന് അസോസിയേറ്റിവിറ്റിയുടെ കാര്യം മാത്രമേ, മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റാർ എന്ന ഓപ്പറേഷന് അസോസിയേറ്റിവിറ്റിയുടെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ സ്റ്റാർ എന്ന ഓപ്പറേഷന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വന്നു എന്ന് വിചാരിക്കുക. അതാണ് എ ബി ഈസ് ഈക്വൽ ടു ബി എ, അതായത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷന് ബൈ ഡിഫോൾട്ട് റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല. ആ പ്രോപ്പർട്ടി എന്തായാലും റിംഗ് ആകണമെങ്കിൽ വേണം. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വേണമെന്ന് ഞാൻ ഒരിടത്തും നിർബന്ധം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ റിംഗ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പറയും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. റിംഗ് ആർ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഇഫ് AB is equal to BA for all AB belongs to R. Property. ഇനി അടുത്ത് സ്റ്റാർ എന്ന ഓപ്പറേഷനെ പറ്റി പറയാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ വീണ്ടും പറയാണ്. ഈ സ്റ്റാർ എന്ന ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് വേണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല. സ്റ്റാർ എന്ന ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് വേണമെന്ന് റിംഗിന്റെ ഡെഫിനിഷനിൽ നിർബന്ധം പിടിച്ചിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലോ അതാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഒരു എലമെന്റ് ഉണ്ട് സച്ച് ദാറ്റ് എ സ്റ്റാർ ദാറ്റ് എലമെന്റ് ഇസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ആ ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റി എലമെന്റ്. അയാൾ ഡിനോട്ട് ചെയ്യുന്നത് 1 എന്നാണ്. ആ സീറോ എലമെന്റിനെ സീറോ എന്ന് ഡിനോട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അത് യഥാർത്ഥ സീറോ ആകണമെന്ന് നിർബന്ധമില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയാൻ പോകുന്നത്. ഈ 1 എന്ന് ഡിനോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആള് യഥാർത്ഥത്തിൽ 1 ആകണമെന്ന് നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഒരു ഡിനോഷൻ മാത്രമാണ്. കൺഫ്യൂസ്ഡ് ആകരുത്. ഇത് ജസ്റ്റ് ഒരു ഡിനോഷൻ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആകരുത്. കണ്ടല്ലോ? അപ്പോ നോൺ സീറോ എലമെന്റ് 1 അയാള് യൂണിറ്റി എലമെന്റ് ആകണമെങ്കിൽ അയാള് മൾട്ടിപ്ലിക്കേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ അയാള് ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വരുന്ന ആ എലമെന്റിനെ, അയാളുടെ ഐഡന്റിറ്റി എലമെന്റ്, സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിറ്റി എലമെന്റ് എന്നാണ്. അയാൾ ഡിനോട്ട് ചെയ്യുന്ന 1 എന്നാണ്. കഴിഞ്ഞു. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർ എന്ന ഈ ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് വന്നു. ഐഡന്റിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതായത് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ഇൻവേഴ്സ്, അതായത് എ സ്റ്റാർ എ പർട്ടിക്കുലർ എലമെന്റ് ഈസ് ഈക്വൽ ടു ദ ഐഡന്റിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ, ദാറ്റ് ഇസ് 1. A star that particular element is equal to 1 ആകുന്ന ഏതെങ്കിലും എലമെന്റ് ഉണ്ട് എങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് and it is denoted as a raised to -1. എയുടെ ഇൻവേഴ്സിനെ, എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എയുടെ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ഇൻവേഴ്സിനെ നമ്മൾ ചെയ്യുന്നത് a raised to -1 എന്നാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയി. അതായത് സത്യം പറഞ്ഞാല് നമ്മൾ ഈ സ്റ്റാർ എന്ന ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മാത്രമേ റിംഗിന്റെ ഡെഫിനിഷനിൽ വേണ്ടതുള്ളൂ. പക്ഷേ ഒരു പർട്ടിക്കുലർ ബൈനറി ഓപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റു പ്രോപ്പർട്ടികൾ സ്റ്റാറിന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് താഴെ പറയുന്നത്. എങ്ങാനും സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ പറയും റിംഗ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണ്.
ഇനി സ്റ്റാറിന് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എങ്കിൽ നമ്മൾ പറയും അത് യൂണിറ്റ് എലമെന്റ് ആണ്, യൂണിറ്റി എലമെന്റ് ആണ്. യൂണിറ്റി എലമെന്റ് അയാളെ 1 എന്ന് മാർക്ക് ചെയ്യും, 1 എന്ന് മാർക്ക് ചെയ്യും. ഇനി ഒരു എലമെന്റിനെ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് അയാൾ ഡിനോട്ട് ചെയ്യുന്നത് a⁻−1 എന്നായിരിക്കും. a⁻−1 എന്നായിരിക്കും. അപ്പോ ആ ബാക്കി 3 എക്സ്ട്രാ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്, റിങ്ങിന് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ റിങ്ങിനെ പറ്റി. അപ്പൊ നിങ്ങൾ റിങ്ങിന്റെ ഡെഫിനേഷൻ കാര്യമായിട്ട് പഠിക്കുക, 6 പ്രോപ്പർട്ടിയും കാര്യമായിട്ട് പഠിക്കുക, പിന്നെ റിങ്ങിന് കൂടുതലായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിനെ പറ്റി നോക്കി വെക്കുക. നൗ വി വിൽ സീ ആൻ എക്സാമ്പിൾ. നമ്മൾ കാണുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ അഡിഷനും സാധാരണ മൾട്ടിപ്ലിക്കേഷനും ആണ്. സാധാരണ അഡിഷനും സാധാരണ മൾട്ടിപ്ലിക്കേഷനുമാണ്, അതിന് വേറെ ഒന്നുമല്ല. അപ്പോ ഇയാളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എന്താണ് ഒന്നാമത് ആദ്യത്തെ പ്രോപ്പർട്ടി, ആർ ഷുഡ് ബി എ നോൺ എംപ്റ്റി സെറ്റ്. റിംഗ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതെ, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് നോൺ എംപ്റ്റി ആണ്, അതിൽ സംശയമൊന്നുമില്ല. Z is നോൺ എംപ്റ്റി. Z is നോൺ എംപ്റ്റി. Z is നോൺ എംപ്റ്റി. എന്നിട്ട് അടുത്ത് വേണ്ടത് പ്ലസും സ്റ്റാറും, പ്ലസും മൾട്ടിപ്ലിക്കേഷനും, 2 ഓപ്പറേഷൻ, ഈ പറയുന്ന 2 ഓപ്പറേഷൻ ബൈനറി ആണോ? അതായത് പ്ലസും മൾട്ടിപ്ലിക്കേഷനും ഒരേ സമയം 2 പേരെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതെ, ആണല്ലോ. 2 എലമെന്റിനെ ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, A+B, അങ്ങനെയാണല്ലോ ഇയാളുടെ ഒരു സ്വഭാവം. അപ്പോ എന്താണ്, പ്ലസ് തന്നെയാണ്, പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ. സിമിലർലി നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഒരേ സമയം 2 പേരെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, അല്ലെ? A×B ഒരേ സമയം 2 പേരെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്, 2 ഇന്റിജറുകളിലെ പ്ലസ് ചെയ്താൽ വീണ്ടും വരുന്ന ഒരു ഇന്റിജർ ആണ്, ഓഫ് കോഴ്സ് ആണ്. 2 ഇന്റിജറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും വരുന്നത് ഇന്റിജർ ആണ്, ഓഫ് കോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്ലസും മൾട്ടിപ്ലിക്കേഷനും എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ബൈനറി തന്നെയാണ്. അപ്പൊ അതും കൺഫേം ആയി. അപ്പൊ നോൺ എംപ്റ്റി സെറ്റ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആൻഡ് സ്റ്റാർ ശരിയാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആസ് വി ഡിസ്കസ്ഡ്, എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി? ആള് അസോസിയേറ്റീവ് ആണോ എന്നല്ലേ? അസോസിയേറ്റീവ് അണ്ടർ അഡിഷൻ ആണോ? അത് പിന്നെ ആണല്ലോ, അതൊരു പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അസോസിയേറ്റീവ് അണ്ടർ അഡിഷൻ ആണ്, സാധാരണ അഡിഷൻ ആണ് ഈ കാണുന്നത്. അസോസിയേറ്റീവ് അണ്ടർ അഡിഷൻ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. ഇനി 2, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ, 0. അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? 0 എലമെന്റ്, അത് 0 തന്നെയാണ്. 0 എലമെന്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. സാധാരണ 0, A+0 is equal to 0 plus A is equal to A itself. For all A belongs to integer. ഏത് ഇന്റിജർ എടുത്താലും അത് സംഭവിക്കും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? ഒരു എലമെന്റിന്റെ കൂടെ മറ്റൊരു എലമെന്റ് കൂട്ടിയാൽ 0 കിട്ടുമോ? കിട്ടുമല്ലോ. ഒരു എലമെന്റ് എടുക്കുക, A എന്ന എലമെന്റ് എടുക്കുക, അയാളുടെ കൂടെ -A കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടും. A ഒരു ഇന്റിജർ ആണെങ്കിൽ -Aയും ഒരു ഇന്റിജർ തന്നെയാണ്. അപ്പോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു ഫോർ ദ ഓപ്പറേഷൻ പ്ലസ്. അടുത്ത 4ാമത്തെ പ്രോപ്പർട്ടി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ അഡിഷൻ ആണല്ലോ. 2 ഇന്റിജേഴ്സിനെ നേരെ കൂട്ടിയാലും തിരിച്ചിട്ട് കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെയാണ്. അതുകൊണ്ട് അതിവിടെയും വേറെ പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ നോർമൽ അഡിഷൻ പ്രശ്നമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണോ? അതാണ് അടുത്ത ചോദ്യം. മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണല്ലോ. A×B×C is equal to A×B×C അല്ലെ? മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണ്. അപ്പോ 5ാമത്തെ പ്രോപ്പർട്ടിയും ഓക്കെ ആണ്. ഇനി 6ാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി.
അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമില്ലേ. ഇപ്പൊ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു മറ്റു രണ്ട് നമ്പറിന്റെ സമ്മിലേക്ക്. അത് ചെയ്യാൻ അയാൾ അകത്തേക്ക് എടുത്താൽ പോരെ. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, അറിയാവുന്ന കാര്യമാണ്. സിമിലർലി ബി പ്ലസ് സി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി എ പ്ലസ് സി എ, ഇതും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആറാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഓക്കെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഓക്കെയാണ്. അപ്പൊ അസോസിയേറ്റീവ് അണ്ടർ അഡിഷൻ ആണ്, സീറോ എലമെന്റ് ഉണ്ട്, അതായത് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, പിന്നെ അഡിഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്, പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണ്, പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. Therefore Z with operation plus and multiplication is a ring. Is a ring. ഇയാളൊരു റിംഗ് തന്നെയാണ്, സംശയിക്കാം. ഇയാളൊരു റിംഗ് തന്നെയാണ്, സംശയിക്കാം. ഇനി അടുത്ത അയാളുടെ മറ്റ് പ്രോപ്പർട്ടീസ്, എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ടോ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഇയാൾ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ റിംഗ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷനിൽ ഇയാൾ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ റിംഗ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അത് നോക്കുകയാണ്. അപ്പോ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ ഇൻറ്റു ബി, രണ്ട് ഇൻറ്റിജറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് ബി ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം. 2 into 3 is equal to 3 into 2, അറിയാവുന്ന കേസാണ്. അപ്പോ എന്താണ്, the operation star is commutative. സ്റ്റാർ എന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അയാൾ കമ്മ്യൂട്ടേറ്റീവ് ആയാൽ നമ്മുടെ സെറ്റ് തന്നെ, ആ റിംഗ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആവും. അതായത് Z with operation plus and multiplication is a commutative ring. Is a commutative ring. ഇയാളൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, സംശയമില്ല. കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ, 1, യഥാർത്ഥ 1 തന്നെ ഉണ്ടല്ലോ. എയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ തന്നെ തിരിച്ചു കിട്ടും. എയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ തിരിച്ചു കിട്ടും. അപ്പൊ എന്താണ്, യൂണിറ്റി എലമെന്റ് ഉണ്ട്, യൂണിറ്റി എക്സിസ്റ്റ്. യൂണിറ്റി എലമെന്റ് ഉണ്ട്, അയാൾ 1 തന്നെ. യൂണിറ്റി എലമെന്റ് ഉണ്ട്, അയാള് 1 തന്നെ. ഇനി അടുത്ത ഇൻവേഴ്സ് ഉണ്ടോ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? അതാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? സേ ഫോർ എക്സാമ്പിൾ 2ന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടും. 2ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 2ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. പക്ഷേ 1/2 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ അല്ലല്ലോ. 1/2 ഒരു ഇന്റിജർ അല്ല, അതുകൊണ്ട് 1/2 ബിലോങ്സ് ടു Z അല്ല. അതായത് എല്ലാ ഇന്റിജറിനും ഇൻവേഴ്സ് ഇല്ല, എല്ലാ ഇന്റിജറിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. Therefore multiplicative inverse does not exist. Inverse does not exist. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്നത് 1 ആണെങ്കിൽ 1 into 1 1 കിട്ടും. ഇനി നിങ്ങൾ എടുക്കുന്നത് -1 ആണെങ്കിൽ -1 into -1 1 കിട്ടും. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടി. ഒരു നമ്പറിനെ മറ്റേതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതായത് 1നും -1നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. നമ്മുടെ 1/2 എന്ന് എഴുതിയല്ലോ, ഈ താഴെ 2ന് പകരം 1 വന്നിരുന്നെങ്കിൽ ആകുമായിരുന്നു, ഇന്റിജർ ആകുമായിരുന്നു. ആ ഒരു സെൻസിൽ എടുത്തതാണ്. അപ്പൊ 1നും -1നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, പക്ഷെ ബാക്കി ആർക്കും ഇല്ല. അപ്പൊ നമ്മൾ ഈ കണ്ട Z പ്ലസ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഒരു റിംഗ് ആണ്. വെറും റിംഗ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. അത് മാത്രമല്ല, ഇയാൾക്ക് യൂണിറ്റി എലമെന്റ് ആയ 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. സോ Z plus comma dot is a ring. Z plus comma dot is a ring. We are done. Okay. ശരി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. That is Z5 with the operation
addition modulo 5 and multiplication modulo 5. Z5 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Z5 എന്ന് പറയുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആകാൻ സാധ്യതയുള്ള നമ്പറുകളാണ് 0, 1, 2, 3, 4. 0, 1, 2, 3, 4. നിങ്ങൾ Z കണ്ടിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. Z5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ആണ് 0, 1, 2, 3, 4. ഇനി അടുത്ത അഡിഷൻ മോഡുലോ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പറിനെ ആഡ് ചെയ്തതിന് ശേഷം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 നമ്പറിനെ ആഡ് ചെയ്തതിന് ശേഷം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണോ അയാൾ വേണം എഴുതാൻ. ഓക്കെ, 2 നമ്പറിനെ ആഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണോ അയാൾ വേണം എഴുതാൻ. അതാണ് അഡിഷൻ മോഡൽ. ആഡിങ് 2 നമ്പേഴ്സ് and the result should be, addition modulo result should be the remainder of the result when divided by 5. Similarly for multiplication, 2 എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അയാൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ആകാൻ സാധ്യതയുള്ള എന്താണോ അത് എഴുതുക. സോ ഫോർ എക്സാമ്പിൾ 3 addition modulo 5 plus 4. 3 plus 5 എന്ന് 3 plus 4 എന്ന് പറയുന്നത് 7 ആണ്. ഈ 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോ 7 plus 4 എന്ന് പറയുന്നത് 2 ആണ്. 7 plus 4 എന്ന് പറയുന്നത് 2 ആണ്. ബൈ ദ ഓപ്പറേഷൻ അഡിഷൻ മോഡുല. സിമിലർലി നമ്മൾ ഇനിയിപ്പോ 2 multiplication 4, 2 multiplication modulo 5 with 4. 2 into 4 8 കിട്ടും. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് അഡിഷൻ മോഡുലോ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോയും ഞാനിത് പഠിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തത് മാത്രം. അപ്പൊ നമ്മള് എപ്പോഴും ആ അഡിഷന്റെ താഴെ 5 എന്നും മൾട്ടിപ്ലിക്കേഷന്റെ താഴെ 5 എന്നും എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. പ്ലസും മൾട്ടിപ്ലിക്കേഷൻ ഒന്നും തന്നെ എഴുതിയാൽ മതി. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ബോധം വേണം, ഈ പുള്ളിക്കാരൻ എന്താണെന്ന്. ഈ പുള്ളിക്കാരൻ എന്താണ്, ഒരു പ്ലസ് എന്ന് പറയുന്ന വെറും പ്ലസ് അല്ല എന്ന്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെറും മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം വേണം. അപ്പോ ഓരോന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാം. Z5 എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്, ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ എന്താണ് Z5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Z5 നോൺ എംപ്റ്റി ആണ്. പിന്നെ അഡിഷൻ മോഡുലോ 5ഉം മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 5ഉം ഉറപ്പായിട്ടും ബൈനറി ആയിരിക്കും. കാരണം ഒരേ സമയം 2 പേരെയാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും. പിന്നെ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഏതാണോ നമ്പർ കിട്ടുന്നത് അയാൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ആണ് എഴുതുന്നത്. ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറുകളുടെ കളക്ഷൻ ആണ് Z5. അതുകൊണ്ട് 2 പേരെ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് Z5ന്റെ അകത്ത് കാണും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. Therefore ഈ 2 ഓപ്പറേഷനും ബൈനറി ആയിരിക്കും. ഇനിയാണ് നമ്മൾ മറ്റു പ്രോപ്പർട്ടികളിലേക്ക് കടക്കുന്നത്. ഒന്നാമത്തെ കാര്യം അസോസിയേറ്റീവ് അണ്ടർ ദ പർട്ടിക്കുലർ അഡിഷൻ ആണോ? അതായത് ബിയും സിയും നിങ്ങളെ അഡിഷൻ മോഡലും എടുത്തതിന് ശേഷം അപ്പൊ ഒരു റിമൈൻഡർ കിട്ടുമല്ലോ. എന്നിട്ട് എയുമായിട്ട് ആഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നതും, എയും ബിയും ആഡ് ചെയ്തതിന് ശേഷം റിമൈൻഡർ എടുത്തിട്ട് അത് സിയുമായിട്ട് ആഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നതും സെയിം തന്നെയാണ്. ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടേക്കും. അതായത് ഇപ്പൊ ഞാൻ 1 + 2 + 4 2 + 4 6 ആണ്. 2 + 4 6 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്താണ്? 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 ആണ്. 1 + 1 2. 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 2 തന്നെയാണ്. അപ്പൊ 2 ആണ് ഉത്തരം. ഇനി അടുത്ത് നമുക്കൊന്ന് മാറ്റാം. 1 + 2 + 4. 1 + 2 + 4 ഈ 1 + 2 3 ആണ്. 3നെ നമ്മള് എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 3 തന്നെയാണ്. അത് അവിടെ തന്നെ കിടക്കും. 3 + 4 7 ആണ്. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 2 ആണ്. കഴിഞ്ഞു. കണ്ടല്ലോ, അഡിഷണൽ അസോസിയേറ്റീവ് ആണ്. നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷൻ വേണോ ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡിറ്റീവ് ഐഡന്റിറ്റി അഥവാ 0 എലമെന്റ് വേണം.
അഡിറ്റീവ് ഐഡന്റിറ്റി അഥവാ സീറോ എലമെന്റ് വേണം. നിങ്ങൾക്കറിയാലോ എയുടെ കൂടെ ഈ കിടക്കുന്ന സീറോ ആഡ് ചെയ്താൽ എ തന്നെ തിരിച്ചു കിട്ടുമെന്ന്. എ തന്നെ തിരിച്ചു കിട്ടും. എ ഓൾറെഡി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്. അതുകൊണ്ട് ഒരിക്കലും വേറെ വഴിയിലൊന്നും പോകാനൊന്നും പോകത്തില്ല. എ പ്ലസ് സീറോ എ തന്നെയാണ്. അതായത് സീറോ എലമെന്റ് ഉണ്ട്, സീറോ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ല. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി അതെന്താണ്? ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടാൻ തിരിച്ച് നോക്കുക. 0 + 0 ചെയ്താൽ 0 കിട്ടും. 0 + 0 ചെയ്താൽ 0 കിട്ടും, പ്രശ്നമില്ല. ശരിയാണ്. ഇനി 1 + 4 ചെയ്ത് നോക്കൂ. 1 + 4 ചെയ്താൽ 5 കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. അപ്പോ 1ന്റെ ഇൻവേഴ്സ് 4 ആണ്. 1ന്റെ ഇൻവേഴ്സ് 4 ആണ്. അഡിറ്റീവ് ഇൻവേഴ്സിനെ മാർക്ക് ചെയ്യുന്നത് -1. -1ന്റെ ഇൻവേഴ്സ് -1 ആണെന്നാണ്. അയാൾ എന്താണ്? 4 ആണ്. അയാള് 4 ആണ്. 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 4 ആണ്. ഇനി 2നെ പറ്റി നോക്കുകയാണെങ്കിൽ 2 + 3 നിങ്ങൾക്ക് 5 കിട്ടും. 2 + 3. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. അതായത് 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 3 ആണ്. ഇനി 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് 2 ആയിരിക്കും, സിമിലർ ആണ്. അതേപോലെ 4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 1 ആയിരിക്കും, സിമിലർ ആണ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 2 ആണ്, അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 1 ആണ്. കഴിഞ്ഞു. അപ്പോ എല്ലാ എലമെന്റിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആയി. കഴിഞ്ഞു. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാ കമ്മ്യൂട്ടേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി. അതായത് 2 എലമെന്റ് A + B ചെയ്തതിനു ശേഷം നിങ്ങൾ റിമൈൻഡർ എടുക്കുന്നതും B + A ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുക്കുന്നത് സെയിം തന്നെയാണ്. A + B ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുക്കുന്നതും B + A ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുക്കുന്നത് സെയിം തന്നെയാണ്. അതിൽ വേറെ തർക്കമൊന്നുമില്ല. കഴിഞ്ഞു. നാലാമത്തെ പ്രോപ്പർട്ടിയും ഡൺ. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എയും ബിയും ഓപ്പറേറ്റ് ചെയ്തതിന് എയും ബിയും മൾട്ടിപ്ലിക്കേഷൻ മോഡലും എടുത്തതിനു ശേഷം സിയുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ മോഡലും എടുത്ത് റിമൈൻഡർ എടുക്കുന്നതും ബിയും സിയുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ മോഡലും എടുത്ത് റിമൈൻഡർ എടുത്ത് എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ മോഡലിൽ റിമൈൻഡർ എടുക്കുന്നതും ഒന്ന് തന്നെയാണ്. സംശയമില്ല. അതായത് അസോസിയേറ്റീവ് ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ മോഡലോ. വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. 2 × 3 × 4. 2 × 3 × 4. നമുക്ക് നോക്കാം. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 × 4. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 × 4. 1 × 4 4 തന്നെയാണ്. കഴിഞ്ഞു. 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 തന്നെയാണ്. കഴിഞ്ഞു. ഇനി അടുത്ത 2 × 3 × 4. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതേപോലെ 2 × 12. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത് 2 ആണ്. അപ്പൊ 2 × 2. 2 × 2 4 ആണ്. 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 4 തന്നെയാണ്. കണ്ടല്ലോ, സെയിം തന്നെ കിട്ടും. അപ്പൊ അസോസിയേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി അടുത്ത ആറാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതായത് A × B + C. B + C ചെയ്തതിനു ശേഷം അയാളുടെ റിമൈൻഡർ എടുത്തിട്ട് എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നത്, A B ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുത്തിട്ട് A C ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുത്തിട്ട് അവർ രണ്ടുപേരും പ്ലസ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നത് സെയിം തന്നെ. സിമിലർലി B + C × A is equal to BA + CA. വേണമെങ്കിൽ ചുമ്മാ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചുമ്മാ, അതായത് 2 × 3 + 4. 2 × 3 + 4. അതായത് 3 + 4 എന്ന് പറഞ്ഞാൽ 7 ആണ്. 2 × 7. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ്. അതേപോലെ 2 × 2 which is equal to 4. കഴിഞ്ഞു. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 3 + 2 × 4. 2 × 3 6 ആണ്. + 2 × 4 8 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ്.
1 + 3 4 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 തന്നെയാണ്. കഴിഞ്ഞു. കണ്ടല്ലോ. അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കോമ്പിനേഷൻ എടുത്ത് പരീക്ഷിച്ച് നോക്കിക്കോ, പ്രശ്നമില്ല. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, കാര്യം കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എക്സിസ്റ്റ്. അപ്പോ ഇയാൾ എന്താണ്? Z5 with the operation addition modulo 5 and multiplication modulo 5 is a ring. Is a ring. ഇയാളൊരു റിംഗ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് മറ്റ് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ അതായത് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം അഡീഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അത് പിന്നെ ഓഫ് കോഴ്സ് സെയിം ആയിരിക്കുമല്ലോ. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുക്കുന്നതും ബിയും എയും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം റിമൈൻഡർ എടുക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അടുത്ത് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി, സോറി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ? ഉണ്ടല്ലോ. 1ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടൂലേ? 1ന്റെ കൂടെ അതിൻ്റെ അകത്തുള്ള ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ എടുത്താലും അയാൾ തന്നെ തിരിച്ചു കിട്ടും. റിമൈൻഡർ എടുക്കാൻ അയാൾ ഓൾറെഡി റിമൈൻഡർ തന്നെയാണല്ലോ, അപ്പൊ അത് തന്നെ കിട്ടും. അപ്പോ യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് വേണ്ടത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതായത് ഒരു എലമെന്റിന്റെ കൂടെ മറ്റൊരു എലമെന്റ് കൂട്ടുമ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടുന്നുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടുന്നുണ്ട്. നോക്കിക്കോളുക. 1 × 1 ചെയ്താൽ 1 കിട്ടും, സംശയമില്ല. 1 × 1 ചെയ്താൽ 1 കിട്ടും. 2 × 3 ചെയ്താൽ 6 കിട്ടും. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. ഇനി അടുത്ത 3നെ അതേപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. ഇനി 4നെ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 കിട്ടും. 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. കാര്യമെല്ലാം ക്ലിയർ ആയല്ലോ. കാര്യമെല്ലാം ക്ലിയർ ആയി. അതായത് 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ, 2ന്റെ ഇൻവേഴ്സ് 3 ആണ്, 3ന്റെ ഇൻവേഴ്സ് 2 ആണ്, 4ന്റെ ഇൻവേഴ്സ് 4 ആണ്. അപ്പോ എല്ലാ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ട്. നമ്മൾ ഇൻവേഴ്സ് ഒരിക്കലും 0 എലമെന്റിന് ഇൻവേഴ്സ് നോക്കൂല കേട്ടോ. അത് ഇതിന്റെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്കിലും ഞാൻ പറയുന്നതാണ്. 0 എലമെന്റിന് ഇൻവേഴ്സ് നോക്കത്തില്ല. നോൺ 0 എലമെന്റ്, ഈ 0 എലമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റിയാണ് 0 എലമെന്റ്. അയാളുടെ ഇൻവേഴ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറില്ല. അയാൾക്ക് ഇൻവേഴ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മുടെ വിഷയമില്ല. മാക്സിമവും കാണത്തില്ല. മറ്റ് എലമെന്റുകളാണ്, നോൺ 0 എലമെന്റുകളുടെ ഇൻവേഴ്സിനെ പറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ പറ്റി നമ്മൾ നോക്കാറുണ്ട്. അവിടെ നോക്കുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഉണ്ട്. 0 ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. And this is a ring. This is a commutative ring with the unity and all elements have a inverses. That is multiplicative inverses. All element has multiplicative inverses. We are done. ഇതൊരു റിംഗ് ആണ്. കാര്യങ്ങൾ ഇപ്പൊ റിംഗിന്റെ എക്സാമ്പിൾസ് എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ നമ്മള് കുറച്ച് എക്സാമ്പിൾസ് ആണ് പോകുന്നത് കേട്ടോ. എക്സാമ്പിൾസ് ആണ് പോകുന്നത്. റിംഗിനെ പറ്റി ഭയങ്കരമായി നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ എങ്കിലും ഈ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. അതായത് നിങ്ങൾ നോക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ 28 നോക്കുക. എക്സാമ്പിൾ 28, let f of x is equal to 2x square plus 4x plus 4. Find the root of f of x over z10. z10ലുള്ള റൂട്ട് വേണം കണ്ടുപിടിക്കാൻ. അതായത് z10ലുള്ള എന്ന് പറയുമ്പോൾ 0, 1, 2, 3 etc. up to 9 ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ f of x 0 ആകുമോ? f of x 0 ആകുമോ എന്നുള്ളതാണ്. അതാണ് റൂട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ശരി, അപ്പൊ റൂട്ട് z10ലുള്ള റൂട്ട് കണ്ടുപിടിക്കണം. ഇനി അടുത്ത് the substitute each of the 10 elements of z10 into f of x. z10ലുള്ള ഓരോ എലമെന്റും f of x ൽ കൊടുത്തതിന് ശേഷം അയാൾ 0 ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനാണ് അവർ ആദ്യമേ പറയുന്നത്. വെരിഫൈ the f of x over z10.
Verify the f of x over zn. We have the roots of f of x over zn are 1, 2, 6, 7. അവരുടെ ഉത്തരവ് തന്നിട്ടുണ്ട് 1, 2, 6, 7 ആണ് അവരുടെ റൂട്ടുകൾ. ഒന്ന് വെരിഫൈയും കൂടെ വെരിഫൈ ചെയ്തേക്കാൻ തന്നേക്കുന്നേ. നമ്മളിപ്പോ ഒന്നും ചെയ്യേണ്ട, zn എല്ലാ എലമെന്റും f of x കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആ ജസ്റ്റ് എന്തായാലും ആ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോ ഞാൻ എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇതാണ് എഫ് ഓഫ് എക്സ്. നിങ്ങളുടെ ഇസഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, 0, 1, 2, 3 എക്സെട്ര അപ് ടു 9. അല്ല എഴുതുന്നില്ല, എക്സെട്ര അപ് ടു 9. ഇത് ഓരോന്നും എഫ് ഓഫ് എക്സ് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇതില് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ആദ്യത്തെ 2x സ്ക്വയർ നോക്കുക. അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് 2x സ്ക്വയർ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് 2x സ്ക്വയർ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം, അതിൻ്റെ അകത്ത് കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷനും അഡിഷനും അഡിഷൻ മോഡിലോട്ട് എണ്ണം മൾട്ടിപ്ലിക്കേഷൻ മോഡിലോട്ട് എണ്ണുമാണ്. കാരണം ഡിഫൈൻ ചെയ്യപ്പെട്ടത് Z10-ലാണ്. ഡിഫൈൻ ചെയ്യപ്പെട്ടത് Z10-ലാണ്. അതുകൊണ്ട് തന്നെ ഇസഡിലായിരുന്നുവെങ്കിൽ നമുക്ക് സാധാരണ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ആണെന്ന് പറയാമായി. പക്ഷെ Z10-ൽ പറയുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അഡിഷൻ മോഡിലോട്ട് എണ്ണും മൾട്ടിപ്ലിക്കേഷൻ മോഡിലോട്ട് എണ്ണുമാണ്. അത് ആദ്യം നോട്ട് ചെയ്യുക. Addition and multiplication here is addition and multiplication here is and multiplication here is multiplication here is addition modulo 10 addition modulo 10 and multiplication modulo 10 and multiplication modulo 10. Addition modulo 10 and multiplication modulo 10. അപ്പൊ നമ്മൾ അതങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഓരോ വാല്യൂ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് എഫ് ഓഫ് 0. അപ്പൊ മൾട്ടിപ്ലിക്കേഷനോ അഡിഷൻ ആണെങ്കിൽ സാധാരണ രീതി ചെയ്യുക, എന്നിട്ട് അവസാനം റിമൈൻഡർ എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ 2 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 0 പ്ലസ് 4. സാധാരണ രീതി ചെയ്യാൻ 2 ഇൻറ്റു 0 സ്ക്വയർ 0 ആണ്, 4 ഇൻറ്റു 0 0 ആണ്, പ്ലസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 4. That is equal to 4. 4-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 4 തന്നെയാണ്, പ്രശ്നമില്ല. അപ്പൊ ഇയാൾ എന്താണ്, 0 ആയിട്ടില്ല. ഇയാള് 0 ആയിട്ടില്ല. Therefore 0 is not a root. 0 ഒരു റൂട്ട് അല്ല. 0 കൊടുത്തപ്പോ ഉത്തരം 0 കിട്ടിയിട്ടില്ല, അതുകൊണ്ട് 0 ഒരു റൂട്ട് അല്ല. ഇനി നമുക്ക് 1 കൊടുക്കാം. f of 1. Therefore 2 into 1 square plus 4 into 1 plus 4. Which is equal to 2 plus 4 plus 4. That is equal to 10. 10-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 തന്നെയാണ്. റിമൈൻഡർ 0 തന്നെയാണ്. അപ്പൊ അതായത് 1 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. 1 കൊടുത്തപ്പോ നമുക്ക് 0 കിട്ടി. Therefore 1 is a root. 1 ഒരു റൂട്ട് ആണ്. അത് നമ്മൾ കൺഫേം ചെയ്തു. ഇനി നമുക്ക് 2 കൊടുക്കാം. f of 2. 2 into 2 square. 2 into 2 square plus 4 into 2 plus 4 into 2 plus 4. സാധാരണ രീതിയിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ അടിച്ച് ചെയ്യാം. 2 into 4 എന്ന് പറയുമ്പോൾ 8 ആണ്. 4 into 2 is 8 again plus 4. That is 20. 20-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 20-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അതായത് 2 എന്ന് പറയുന്നത് ഒരു റൂട്ടാണ്. 2 എന്ന് പറയുന്ന റൂട്ടാണ്. അതായത് 2 കൊടുത്തപ്പോൾ നമുക്ക് ഉത്തരം ഫംഗ്ഷൻ വാല്യൂ 2 കിട്ടി, 0 കിട്ടി. അതുകൊണ്ട് 2 ഒരു റൂട്ടാണ്. ഇനി 3 കൊടുക്കാം. f of 3. That is 2 into 3 square plus 4 into 3 plus 4. That is 2 into 9 is 18 plus 4 into 3 is 12 plus 4. അതായത് അത് 34 കിട്ടും. 34 30 അല്ല, 34 അല്ല, 20 20 30 34. 34-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. അപ്പോ 0 കിട്ടിയിട്ടില്ല. ഇയാള് 0 കിട്ടിയിട്ടില്ല. Therefore 3 എന്ന് പറയുന്നത് is not a root. 3 ഒരു റൂട്ട് അല്ല.
ഇനി അടുത്ത 4 കൊടുക്കാം. സിമിലർ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. 2 into 4 square plus 4 into 4 plus 4. 2 into 4 square, that is 2 into 16 is equal to 32. 2 into 16 is equal to 32. 16 എന്ന് പറയുമ്പോൾ അതെ 32 plus 16 plus 4. 32 plus 16 plus 4, that is 20, that is 52. 52. അപ്പൊ 52 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അതായത് 0 അല്ല കിട്ടിയത്. Therefore 4 എന്ന് പറയുന്നത് റൂട്ട് അല്ല. 4 എന്ന് പറയുന്നത് ഒരു റൂട്ട് അല്ല. ഇനി അടുത്ത f of 5. അത് ചെയ്യുന്നു 2 into 5 square plus 4 into 5 plus 4. 2 into 5 square plus 4 into 5 is equal to 4. Plus 4 is equal to. നിങ്ങൾ വേണമെങ്കിൽ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ അതിന് പറ്റിയ വേറൊരു വഴി പറഞ്ഞുതരാം. അതായത് 5 സ്ക്വയർ 2 into 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 25 ആണല്ലോ. 25 plus 4 into 5 plus 4. ചെയ്യുന്നതിന് മുമ്പേ 25 ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റിമൈൻഡർ എടുക്കാം. 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 5 തന്നെയാണല്ലോ. അപ്പൊ 2 into 5 എന്നാക്കാം ഇയാളെ. പിന്നെ 4 into 5 20 plus 4. 2 into 5 10 ആണല്ലോ. 10നെ 5 കൊണ്ട് 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് ഇത് 0. ഇത് 20 ആണല്ലോ. 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണല്ലോ. അതുകൊണ്ട് 0. പിന്നെ 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 തന്നെയാണ്. അപ്പൊ അത് 4 എഴുതാം. അപ്പൊ 0 plus 0 plus 4 4. That is not equal to 0. Therefore 5 is not a root. അതായത് നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി വെച്ചതിന് ശേഷം അവസാന റിമൈൻഡർ എടുക്കാൻ നിന്ന് മെനക്കെടണ്ട. ഇടയ്ക്ക് തന്നെ റിമൈൻഡർ എടുത്തോ, പ്രശ്നമില്ല. 2 into 25 കണ്ടപ്പോൾ തന്നെ പറഞ്ഞു 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5. അപ്പൊ അവിടെ 25 വരുന്ന 5. 4 into 5 20 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. അതുകൊണ്ട് 0 കിട്ടും. പിന്നെ 4നെ ഡിവൈഡ് ചെയ്താൽ 4 തന്നെ കിട്ടും. അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവസാന റിമൈൻഡർ കണ്ടുപിടിക്കാൻ നിന്നാലും 4 തന്നെ നിങ്ങൾക്ക് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. f of 6 എന്ന് പറയുമ്പോൾ 2 into 6 square plus 4 into 6 plus 4. അതായത് 2 into 6 square എന്ന് പറയുമ്പോൾ 36 ആണ്. പ്ലസ് 4 into 6 എന്ന് പറയുമ്പോൾ 24 ആണ്. പ്ലസ് 4. റിമൈൻഡർ ഇവിടെ നിന്ന് എടുത്തു പോവാം. 2 into 36നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 6 കിട്ടും. 24നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 കിട്ടും. പിന്നെ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 കിട്ടും. That is 2 into 12 plus 4 plus 4, that is equal to 20. 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടും. Therefore 6 എന്ന് പറയുന്നത് ഒരു റൂട്ട് ആണ്. 6 എന്ന് പറയുന്നത് ഒരു റൂട്ട് ആണ്. ഇനി അടുത്ത് നമ്മൾക്ക് നേരെ 7ലേക്ക് പോവാം. f of 7 എടുക്കുമ്പോൾ f of 7 is equal to 2 into 7 square plus 4 into 7 plus 4. 4 into 7 plus 4. That is 2 into 49 plus 4 into 7 is 28 plus 4. ആദ്യമേ റിമൈൻഡർ എടുത്ത് പോവാം. 2 into 49നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 9. 28നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 8. പിന്നെ 4. That is 18 plus 8 plus 4. 18 plus 8 plus 4. That is equal to 30. 30. 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 തന്നെയാണ്. Therefore 7 is a root. 7 ഒരു റൂട്ട് തന്നെ. ഇനി അടുത്ത 8 കൊടുക്കാം. 8 എന്ന് പറയുമ്പോൾ 2 into 8 square plus 4 into 8 plus 4. That is equal to 2 into 64 plus 4 into 8 എന്ന് പറയുമ്പോൾ 32 plus 4. നമ്മൾ നോക്കുകയാണെങ്കിൽ 64നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4. 32നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2. പിന്നെ 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4. അപ്പൊ 8 plus 2 plus 4 which is equal to 14. 14നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്, 0 അല്ല. Therefore 8 is not a root. 8 is not a root. And final element 9. f of 9. That is 2 into 9 square plus 4 into 9 plus 4.
That is 2 into 9 square is 81 plus 4 into 9 is 36 plus 4. റിമൈൻഡർ എടുത്ത് തന്നെ പോവാം. 81 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1, 36 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 6, 4 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4. That is 2 plus 6 plus 4 that is equal to 12. 12 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്, അല്ലാതെ 0 അല്ല. അതുകൊണ്ട് 9 is not a root. 9 is not a root. കഴിഞ്ഞു. അപ്പോ റൂട്ടായി വരുന്നത് 7 റൂട്ടായി വരുന്നുണ്ട്, 6 റൂട്ടായി വരുന്നുണ്ട്, 4 റൂട്ടായി വരുന്നുണ്ട്, 4 അല്ല സോറി 2 റൂട്ടായി വരുന്നുണ്ട്, 1 റൂട്ടായി വരുന്നുണ്ട്. അപ്പോ 1 2 6 7 ആണ് റൂട്ട്. 1 2 6 7 ആണ് റൂട്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 2 6 7 ആർ ദ റൂട്ട്സ്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ 0 കിട്ടണം. അപ്പോൾ അവരൊക്കെയാണ് 1 2 6 7. ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 1 2 6 7 ആണ് റൂട്ട്. കാര്യം കഴിയും. ഓക്കെ, ശരി. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത 2 സിമ്പിൾ തിയറങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 തിയറങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ജസ്റ്റ് അതെന്താണെന്ന് നോക്കാം. അപ്പോ പ്രൂവ് ചെയ്യാം. ആദ്യത്തെ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് ഏത് എലമെന്റിനെ എടുത്തിട്ട് 0 എലമെന്റിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്താലും, 0 എലമെന്റ് കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും, 0 എലമെന്റ് എന്ന് പറഞ്ഞാൽ അഡിഷന്റെ ഐഡന്റിറ്റി ആണ് കേട്ടോ. അപ്പൊ 0 എലമെന്റിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് 0 എലമെന്റിനെ തിരിച്ചു കിട്ടും. ഏത് എലമെന്റ് എടുത്തിട്ട് അത് 0 എലമെന്റിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 എലമെന്റിനെ തിരിച്ചു കിട്ടും. അത് 0 എലമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ഞാൻ ഇയാളെ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഹൗ ഓക്വേർഡ്, എനി നമ്പർ ഇൻടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, പക്ഷെ അതിന്റെ പല പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അത് പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എനി നമ്പർ ഇൻടു 0 is 0. പക്ഷെ അതിന്റെ മച്ച് ജനറലൈസ്ഡ് വെർഷൻ ആണെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നു a into 0 is equal to 0. അപ്പൊ ഞാൻ ആദ്യം a into 0 എന്ന് എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തി a into 0 plus 0 എന്ന്. കാരണം എന്താണ്? എനി നമ്പർ പ്ലസ് 0 is that number itself. അല്ലെ? a plus 0 എന്ന് പറയുന്നത് a തന്നെയാണ്. അപ്പൊ 0 plus 0 എന്ന് പറയുന്നതും 0 തന്നെയാണ്. അതുകൊണ്ട് ഈ 0ക്ക് വരെ 0 plus 0 കൊടുത്തു. റിംഗ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതായത് a star 0 plus a star 0 എന്ന് ഇയാളെ എഴുതാം. a star 0 plus a star 0 എന്ന് നമുക്ക് ഇയാളെ എഴുതാം. കണ്ടല്ലോ, a star 0 plus a star 0 is equal to a star 0 plus a star 0. സംഭവം റിംഗിന്റെ അകത്തുള്ള ഏത് എലമെന്റിനും അഡിറ്റീവ് ഇൻവേഴ്സ് കാണുമല്ലോ. കാണും. Therefore a star 0 belongs to R. Therefore there exists a additive inverse of a star 0. a star 0യുടെ അഡിറ്റീവ് ഇൻവേഴ്സും അതിന്റെ അകത്ത് കാണും. പക്ഷെ ഒരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൈനസ് എടുക്കുക, നെഗറ്റീവ് ആണ്. ദാറ്റ് ഇസ് മൈനസ് ഓഫ് a star 0 belongs to R. അങ്ങനെ ഒരു എലമെന്റ് കാണും. ആറിലുള്ള ഏത് എലമെന്റിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോ a star 0 എന്ന ആറിലെ എലമെന്റിനും അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ അഡിറ്റീവ് ഇൻവേഴ്സിനെ രണ്ട് സൈഡും അങ്ങോട്ട് ആഡ് ചെയ്യും. ഞാൻ ആഡ് ചെയ്യുകയാണ്. a star 0 plus a star 0. ഒരു എലമെന്റിന്റെ കൂടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0 എലമെന്റ് ആണ്. അപ്പൊ ഈ എലമെന്റിന്റെ കൂടെ അയാളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതേപോലെ ഈ എലമെന്റിന്റെ കൂടെ അയാളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെ a star 0 കിട്ടും. കണ്ടല്ലോ, ഏത് എലമെന്റിന്റെ കൂടെ 0 കൂട്ടിയാലും ആ എലമെന്റ് തന്നെയാണ്. അതായത് 0 is equal to 0 plus a star 0, that is a star 0 itself.
and hence we proved that A star 0 is 0. Hence we proved that A star 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, വേറെ ആരുമില്ല. പ്രൂവ് ചെയ്യും. കണ്ടല്ലോ, വളരെ എളുപ്പം. ഇപ്പൊ ഗോ ത്രൂ ദ സ്റ്റെപ്പ്. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. റിങ്ങിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ആ പാർട്ടിക്കുലർ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. Now, next one is that negative, so that negative are unique in any ring. നെഗറ്റീവ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അതായത് ഒരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുണീക്ക് എലമെന്റ് ആണ്. അത് ഒന്ന് മാത്രമേ കാണത്തുള്ളൂ. അതാണ് അഡിറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ചാൽ സോ ദാറ്റ് നെഗറ്റീവ് ആർ യുണീക്ക് ഇൻ എനി റിംഗ്. അപ്പൊ നമ്മൾ അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇസ് യുണീക്ക് ഇൻ എനി റിംഗ്. നെഗറ്റീവ് ഇസ് unique in any ring. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ഈസ് യുണീക്ക്. അഡിറ്റീവ് ഇൻവേഴ്സ് യുണീക്ക് ആണ്, അതൊന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ശരി, ഈ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if x is a additive inverse, of A, then A plus x is equal to 0. ഒരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആ എലമെന്റിലൂടെ വേറൊരു നമ്പർ കൂട്ടുമ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 കിട്ടണം. അപ്പൊ എക്സ് എന്ന് പറയുന്ന അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ആണെങ്കിൽ എ പ്ലസ് എക്സ് 0 കിട്ടണം. ഓക്കെ, ലെറ്റ് എക്സ് കോമ വൈ ബി ടു ഡിസ്റ്റിങ്ക്ട് additive inverse ഓഫ് എ. രണ്ട് വെവ്വേറെ അഡിറ്റീവ് ഇൻവേഴ്സുകളാണ്. യുണീക്ക് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. യുണീക്ക് അല്ല, വെവ്വേറെ രണ്ടുപേരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു. എക്സും വൈയും ആണ് ആ രണ്ടുപേർ. അതായത് എ പ്ലസ് എക്സും 0 ആണ്, എ പ്ലസ് വൈയും 0 ആണ്. മാത്രമല്ല എക്സും വൈയും ഈക്വൽ അല്ലതാണ്. എ പ്ലസ് എക്സും 0 ആണ്, എ പ്ലസ് വൈയും 0 ആണ്. പക്ഷെ എക്സും വൈ ഈക്വൽ അല്ല. അപ്പൊ എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അതായത് രണ്ടുപേരുടെ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് വൈ. Let me have a look. Okay. അപ്പോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കതൊന്ന് മാറ്റി ചെയ്യാം. ജസ്റ്റ് അതൊന്ന് മാറ്റി ചെയ്യാം. ഇത്രയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മള് കോംപ്ലിക്കേറ്റഡ് ആക്കുക ചെയ്യണ്ട കേട്ടോ, ഇത് വേണ്ട. ശരി, അപ്പൊ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് എടുത്തു. ഈ എക്സ് എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് 0 ആണല്ലോ, അത് സംശയമില്ല. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 0 ആണ്, നമുക്ക് സംശയമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 0 എന്ന് പറയുന്നത് ഞാൻ എ പ്ലസ് വൈ എന്ന് എടുക്കാമല്ലോ. കാരണം എ പ്ലസ് വൈ 0 ആണെന്ന് ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സ് പ്ലസ് എ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പൊ എ പ്ലസ് വൈക്ക് വരെ 0ക്ക് വരെ എ പ്ലസ് വൈ കൂട്ടാം. അഡിഷന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എഴുതാം എക്സ് പ്ലസ് എ പ്ലസ് വൈ എന്ന്. പക്ഷേ എക്സ് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് എ പ്ലസ് എക്സ് 0 ആണ്. അപ്പൊ ഇവിടെ ഈ എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് വൈ എന്നാണ്. എനിത്തിങ് പ്ലസ് 0 ആ നമ്പർ തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഇറ്റ്സെൽഫ്. അതായത് ഫലത്തില് എക്സ് ഈക്വൽ ടു വൈ എന്നായി. എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്നാണ് എടുത്തത്, പക്ഷെ നമുക്കിപ്പോ കിട്ടി എക്സ് ഈക്വൽ ടു വൈ എന്ന്. therefore contradiction. അപ്പോ രണ്ട് ഡിസ്റ്റിങ്ക്ട് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എടുത്തത് തെറ്റാണ്. therefore only one additive inverse
that is additive inverse is unique. Therefore additive inverse is unique. Additive inverse is unique. Additive inverse unique ആണ്. ഒന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അഡിറ്റീവ് ഇൻവേഴ്സിനെ പറ്റി. നമ്മുടെ ആ പ്രോപ്പർട്ടിയും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സബ് റിംഗ് ഓഫ് എ റിംഗ്. നമ്മൾ സബ് ഗ്രൂപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് സബ് റിംഗിനെ പറ്റി. അപ്പൊ നമ്മള് സബ് ഗ്രൂപ്പിനെ പറ്റി പഠിച്ചത് ഒരേ ഒരു കാര്യമാണ്. എന്താണ് സബ് ഗ്രൂപ്പിനെ പറ്റി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു അതൊരു സബ് സെറ്റ് ആണ്. ഗ്രൂപ്പിന്റെ എന്ത് ഓപ്പറേഷൻ ആണോ അത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യും. പക്ഷെ ഇയാൾ ഒറ്റയ്ക്കൊരു ഗ്രൂപ്പായി മാറും. അതാണ് സബ് റിംഗ്. സബ് ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ ഒരു സബ് സെറ്റ് സബ് ഗ്രൂപ്പ് ആകണമെങ്കിൽ അയാള് ഗ്രൂപ്പ് എന്ത് ഓപ്പറേഷൻ ആണോ ഉപയോഗിച്ചത് അതേ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയ്ക്കൊരു ഗ്രൂപ്പ് ആകണം. അതാണ് സബ് ഗ്രൂപ്പ്. സിമിലർലി സബ് റിംഗ് അത് തന്നെ. അതായത് സബ് റിംഗ് is a non-empty subset of non-empty subset S of R is a sub ring. അയാളെ സബ് റിംഗ് എന്ന് പറയണമെങ്കിൽ ആറിനുണ്ടായിരുന്ന എന്ത് ഓപ്പറേഷൻ ആണോ ആ ഓപ്പറേഷൻ വെച്ചിട്ട് എസ് ഇറ്റ്സെൽഫ് ഒരു റിംഗ് ആയി മാറണം. അണ്ടർ ദ ഓപ്പറേഷൻസ് ഓഫ് ആർ. വീണ്ടും മനസ്സിലാക്കുക എന്താണ് എസ് എന്ന് പറയുന്ന സബ് റിംഗ് എന്ന് പറഞ്ഞാല് ഒരു റിംഗിന്റെ സബ്സെറ്റ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ സബ്സെറ്റ് ആറിന്റെ ഓപ്പറേഷൻ എന്താണോ ആ ഓപ്പറേഷൻ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു റിംഗ് ആയി മാറണം. ഇറ്റ്സെൽഫ് ഒരു റിംഗ് ആയി മാറണം. അതാണ് സബ് റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സബ് റിംഗിനെ കണ്ടുപിടിക്കാൻ വലിയ ചെലവൊന്നുമില്ല. റിംഗിനെ കണ്ടുപിടിക്കേണ്ട ചെലവൊന്നും സബ് റിംഗിനെ കണ്ടുപിടിക്കാൻ ഇല്ല. അതായത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. If S is a subset of R, where R is a ring, then S is a subring. Subring of R. If രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ സബ്സെറ്റ് ഒരു സബ് റിംഗ് ആകണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ഒരു റിംഗ് ആവണം. അതായത് റിംഗിന് ഒരു 6 പ്രോപ്പർട്ടി ഉണ്ട്. ആ 6 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. എസ് ഒറ്റയ്ക്ക് ആ 6 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. നമ്മൾ ഈ 6 എണ്ണവും തിരക്കി പോകേണ്ട ആവശ്യമില്ല. അത് സബ് റിംഗ് ആണോ എന്ന് തെളിയിക്കാൻ രണ്ട് പ്രോപ്പർട്ടി മാത്രം തിരക്കി പോയാൽ മതി. അതായത് A plus B belongs to S for all A comma B belongs to S. എസിന്റെ അകത്ത് ഏത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും അത് എസിന്റെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അടുത്ത് എസിന്റെ അകത്ത് ഏത് രണ്ട് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് എസിന്റെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കുക. എസിന്റെ അകത്ത് ഏത് രണ്ട് നമ്പർ എടുത്ത് ആഡ് ചെയ്താലും അത് എസിന്റെ അകത്ത് ഉണ്ടോ എന്നും എസിന്റെ അകത്ത് ഏത് രണ്ട് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് എസിന്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാല് എസ് ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ഒരു സബ് റിംഗ് ആയിക്കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നമ്മൾ ആദ്യം കണ്ട റിംഗ് എന്ന് പറയുന്നത് ഇസഡ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ. ഞാന് ഈവൻ നമ്പറിന്റെ കളക്ഷൻ എടുക്കുന്നു, ഇന്റിജറിന്റെ കൂട്ടത്തിലെ ഈവൻ ഇന്റിജേഴ്സിനെ മാത്രം എടുക്കുന്നു അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ആ അഡിഷൻ പഴയ ഓപ്പറേഷൻ എന്താണോ ആ ഓപ്പറേഷൻ തന്നെ ഇയാള് സബ് റിംഗ് ആണോ നോക്കണം. അതായത് ഇതിന്റെ അകത്ത് ഏത് രണ്ട് നമ്പർ എടുത്താലും ഏത് രണ്ട് ഈവൻ നമ്പർ എടുത്താലും അവർ രണ്ടുപേരെയും കൂട്ടിക്കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആണോ വരുന്നത്? ആണ്. ഇനി ഈ കൂട്ടത്തിൽ ഏത് രണ്ട് ഈവൻ നമ്പർ എടുത്താലും ഈവൻ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും വരുന്ന ഈവൻ നമ്പർ തന്നെയാണോ? ആണ്. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ഇയാളൊരു സബ് റിംഗ് ആയിരിക്കും. കണ്ടല്ലോ. അപ്പൊ അതാണ് സബ് റിംഗിന്റെ പ്രോപ്പർട്ടി. സബ് റിംഗിനെ പറ്റി കാര്യമായിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. സബ് റിംഗിന്റെ ഡെഫിനേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ സബ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാര്യം കഴിഞ്ഞു. ഓക്കെ.
അപ്പോ സബ്റിങ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ റിംഗ് വിച്ച് ഇസ് ഇറ്റ് സെൽഫ് എ റിംഗ് with respect to the operations in R. With respect to the operations in R. കഴിഞ്ഞു. സബ്റിങ് എന്ന് പറഞ്ഞാൽ അത്രയും. ഇനി അടുത്ത പ്രോപ്പർട്ടി, അടുത്തയാളെന്ന് പറയുന്നത് ഐഡിയൽ. എന്താണ് ഒരു ഐഡിയൽ? അപ്പോ റിങ് പഠിച്ചു, അതിന്റെ സബ്റിങ് പഠിച്ചു. ഈ സബ്റിങ് പോലെ തന്നെ ഒരാളാണ് ഐഡിയൽ. എന്തൊക്കെയാണ് ഐഡിയലിന്റെ പ്രോപ്പർട്ടി എന്ന് നോക്കാം. അതായത് ഒരു ഐഡിയൽ ഓഫ് എ റിംഗ് ഒരു സബ്സെറ്റ് ഓഫ് ആർ ഐഡിയൽ ആകണമെങ്കിൽ ഇപ്പൊ സബ്സെറ്റ് ഓഫ് ആർ എങ്ങനെ റിംഗ് ആകണമെന്ന്, സബ്റിംഗ് ആകണമെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇവിടെ സബ്സെറ്റ് ജെ ഓഫ് ആർ ഐഡിയൽ ആകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അതില് 0 എലമെന്റ് വേണം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, 0 എലമെന്റ് എന്തായാലും വേണം. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി, റിംഗിൽ എന്തായാലും 0 എലമെന്റ് കാണണം. അത് നിങ്ങളുടെ സബ്സെറ്റ് ആയ ജയിലും കൂടെ വരണം എന്നേ ഉള്ളൂ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? 2 എലമെന്റ് എടുത്തിട്ട് അവരെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താലും അതും ജയിക്കാത്ത തന്നെ വേണം. അതായത് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. 2 എലമെന്റിനെ എടുത്തിട്ട് അവർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താലും അത് ഇതിനകത്ത് വേണം. അതായത് അവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു എലമെന്റ് എടുക്കുക, അയാളുടെ കൂടെ മറ്റൊരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുക. ഒരു എലമെന്റ് എടുക്കുക, അയാളുടെ കൂടെ മറ്റൊരു എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുക. അതാണ് A - B എന്നവർ ഉദ്ദേശിക്കുന്നത്. ഒരു എലമെന്റ് എടുക്കുക, അതിന്റെ കൂടെ ഏതെങ്കിലും എലമെന്റിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും ജയിക്കാത്ത തന്നെ വരുന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ട് എന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി, വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്പിൾസ് ഫ്രം ആർ. അതായത് നിങ്ങളിപ്പോ ജയിലുള്ള ഒരു എലമെന്റ് എടുത്തു. ജയിലുള്ള എലമെന്റ് എന്തെടുത്തു? എ എടുത്തു. എന്നിട്ട് ആറിലുള്ള എലമെന്റ് സ്മോൾ ആർ എടുത്തു. നിങ്ങൾ നോക്കുക, ജെ എന്ന് പറയുന്ന ആറിന്റെ സബ്സെറ്റ് ആണ്. അതായത് ജയിൽ ഇല്ലാത്ത എലമെന്റ് ആറിൽ കാണാം. ജയിലുള്ള എല്ലാ എലമെന്റും ആറിലുണ്ട്, പക്ഷേ ആറിലുള്ള എല്ലാ എലമെന്റും ജയിലില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ജയിലുള്ള ഏതെങ്കിലും എലമെന്റ് എടുക്കുക, ആറിലുള്ള ഏതെങ്കിലും എലമെന്റ് എടുക്കുക, എന്നിട്ട് R × A ചെയ്യുക. അതും ജയിൽ തന്നെ വരികയാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡിയൽ എന്നാണ്. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി 0 ഉണ്ടാവുക, രണ്ടാമത്തെ പ്രോപ്പർട്ടി ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ ഉണ്ടാവുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ജയിലുള്ള എലമെന്റ് എടുക്കുക, ആറിലുള്ള എലമെന്റ് എടുക്കുക, എന്നിട്ട് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത ആള് ജയിൽ വരുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? ഐഡിയൽ ആണ്. ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഐഡിയൽ ആണ്. R × A ജയിൽ വന്നാൽ ഇയാളെ നമ്മൾ വിളിക്കുന്നത് ലെഫ്റ്റ് ഐഡിയൽ എന്നാണ്. കാരണം ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ലെഫ്റ്റിലല്ലേ. ഇനി അതേസമയം A × ആറുകളാണ് ജയിൽ വരുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്നത് റൈറ്റ് ഐഡിയൽ എന്നാണ്. നെവർ മൈൻഡ്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞു എന്ന് മാത്രമാണ്. J is called left ideal if only RA belongs to J, and right ideal if only AR belongs to J. ഇതാണ് 3 പ്രോപ്പർട്ടി, ഐഡിയൽ ആകാനുള്ള 3 പ്രോപ്പർട്ടി. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുന്നില്ല എങ്കിലും ഞാനൊന്ന് നോക്കുന്നു. ഈവൻ ഇന്റിജറിന്റെ കളക്ഷൻ നമുക്ക് നോക്കാം. ഈവൻ ഇന്റിജറിന്റെ കളക്ഷനിൽ 0 ഉണ്ടല്ലോ. 0 ഒരു ഈവൻ നമ്പർ ആണല്ലോ. 0 ഒരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് 0 ഈക്കകത്തോണ്ട് ഡൗട്ട് ഇല്ല. ഒരു ഡൗട്ടും ഇല്ല. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഏത് നമ്പർ എടുത്ത് ഈക്കകത്തുള്ള ഏത് നമ്പർ എടുത്തിട്ട് മറ്റൊരു നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്താലും ഈക്കകത്ത് തന്നെ വരും. അപ്പൊ ഈക്കകത്തുള്ള നമ്പർ എല്ലാം ഈവൻ ആണ്. ഈക്കകത്തുള്ള നമ്പറുകളുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ തന്നെയാണ്.
ഈക്കകത്തുള്ള നമ്പറിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈവൻ തന്നെ. ഒരു ഈവൻ നമ്പർ മൈനസ് അനദർ ഈവൻ നമ്പർ ഇസ് അഗൈൻ എൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ മൈനസ് ഈവൻ നമ്പർ ഇസ് അഗൈൻ ഈവൻ. അത് ഈവൻ നമ്പറും ഈവൻ നമ്പറും മൈനസ് ചെയ്താൽ വീണ്ടും കിട്ടുന്ന ഈവൻ നമ്പർ ആണ്. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയും ഓക്കെയാണ്. അതായത് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷനും ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ എടുക്കുക. പിന്നെ നിങ്ങളുടെ റിങ്, മെയിൻ റിങ് ഉണ്ടല്ലോ, പാരന്റ് റിങ് എന്നൊക്കെ നമ്മൾ പറയും, മെയിൻ റിങ് അല്ലെങ്കിൽ പാരന്റ് റിങ്, അയാളിലുള്ള ഏതെങ്കിലും എലമെന്റ് എടുക്കുക. ഒരു ഈവൻ നമ്പർ എടുക്കുക, ഏതെങ്കിലും ഒരു ഇന്റിജർ എടുക്കുക. ഒരു ഈവൻ നമ്പർ ഇൻറ്റു ഇന്റിജർ എഗെയിൻ ഒരു ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ. ഈവൻ നമ്പർ ഇൻറ്റു ഈവൻ നമ്പർ ഇസ് അഗെയിൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ ഇസ് അഗെയിൻ ഈവൻ നമ്പർ. Therefore, ഈവൻ ഇൻറ്റു എനി നമ്പർ is again even. That is, for any x belongs to z and e belongs to e, ex is even. Therefore, ex belongs to e as well as xe belongs to e. Xe is also even. Therefore, xe belongs to e. 0 ഉണ്ട്, closed under സബ്സ്ട്രാക്ഷൻ ആണ്. ഇസഡിൽ ഏത് എലമെന്റ് എടുത്തു, ഇയിൽ ഏത് എലമെന്റ് എടുത്തു, ഇ എക്സ് ചെയ്താലും എക്സി ചെയ്താലും എഗെയിൻ ഈവൻ ആണ്. അതായത് അവർ രണ്ടുപേരും ഇയിൽ തന്നെ വരും. Therefore, E is an ideal. ഇയാളൊരു ഐഡിയൽ ആണ്. ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ലെഫ്റ്റും ആണ് റൈറ്റും ആണ്. ലെഫ്റ്റ് ഐഡിയൽ എന്ന് പറയാം, റൈറ്റ് ഐഡിയൽ എന്ന് പറയാം. ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഐഡിയലിനെ പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. ഇനി അവസാനം പറയുന്ന വേറൊരു കാര്യമാണ്, അതായത് സിംഗിൾട്ടൺ സീറോ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആണെന്ന് തെളിയിക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. സിംഗിൾട്ടൺ സീറോ ഐഡിയൽ ആണെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. സിംഗിൾട്ടൺ സീറോ ഒരു ഐഡിയൽ ആണെന്ന് തെളിയിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇതിന്റെ അകത്ത് സീറോ ഉണ്ട്. സീറോ മാത്രമേ ഉള്ളൂ. അപ്പൊ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇതിൽ ആരെ രണ്ടുപേരെ മൈനസ് ചെയ്താലും ഇതിന്റെ അകത്ത് തന്നെ വരണം. ഇതിന്റെ അകത്ത് ആകെപ്പാടെ സീറോയേ ഉള്ളൂ. സീറോയും മൈനസ് ചെയ്താൽ എഗെയിൻ സീറോ തന്നെ വരും. അതെന്തായാലും സീറോയ്ക്കകത്തുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, നിങ്ങളുടെ റിങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റിനെ എടുക്കുക. പിന്നെ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ സീറോ മാത്രമേ ഉള്ളൂ. അവരെ രണ്ടുപേരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്നത് സീറോ തന്നെ ആയിരിക്കും. അതായത് ഈ സെറ്റിന്റെ അകത്ത് സീറോ ഉണ്ട്. ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ ആണ്. റിങ്ങിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു, ഇതിന്റെ അകത്ത് നിന്ന് ഒരു എലമെന്റ് എടുത്തു, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും ഇതിന്റെ അകത്തുള്ള എലമെന്റ് തന്നെ കിട്ടും. Therefore, singleton zero is an ideal. Singleton zero ഒരു ഐഡിയൽ തന്നെയാണ്. കാര്യം കഴിഞ്ഞു. സിംഗിൾട്ടൺ സീറോ ഐഡിയൽ ആണ്. വി ആർ ഡൺ വിത്ത് ദാറ്റ്. കഴിഞ്ഞല്ല. ഭയങ്കര എളുപ്പം. അതും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇനി അവസാനം പറയുന്നത് റിംഗ് ഹോമോമോർഫിസം. ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. എന്താണ്? f of a star b is equal to f of a star dash f of b dash f of b. f of a star b is equal to f of a star dash f of b. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്പറേഷൻ ഉണ്ട്. എന്താണ്? പ്ലസും മൾട്ടിപ്ലിക്കേഷനും. അപ്പൊ ആ ഓപ്പറേഷനുകളാണ് ഇവിടെ വന്നത്. നോക്കിക്കോളാം. എഫ് ഓഫ് എ പ്ലസ് ബി, ഓപ്പറേഷന്റെ സ്ഥാനത്ത് പ്ലസ് ആണ് വന്നേക്കുന്നത്. നോട്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി. കണ്ട, പ്ലസ് വന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ പ്ലസ് ഇങ്ങനെ പുറത്തു വരാൻ പറ്റും. സിമിലർലി ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എഫ് ഓഫ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി. അതായത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഫംഗ്ഷൻ വാല്യൂ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഇവിടെ രണ്ട് ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. അപ്പോൾ എഫ് ഓഫ് എ
f of a plus b is equal to f of a plus f of b and f of a into b is equal to f of a into f of b. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഒരു ഹോമോമോർഫിസമായി, അതായത് റിംഗ് ഹോമോമോർഫിസമായി, ഗ്രൂപ്പിനെ പോലെ. ഇനി ആ എഫ് ഇൻ അഡിഷൻ എഫ് 11 ഓൺ 2 ആണെങ്കിൽ, ഇൻ അഡിഷൻ എഫ് 11 ഓൺ 2 ആണെങ്കിൽ നമ്മൾ പറയും അയാള് ഐസോമോർഫിസം ആണെന്ന്, റിംഗ് ഐസോമോർഫിസം ആണെന്ന് പറയും. റിംഗ് ഐസോമോർഫിസം ആണെന്ന് പറയും. കണ്ടല്ലോ, റിംഗ് ഐസോമോർഫിസം ആണെന്ന് കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഹോമോമോർഫിസം പറഞ്ഞു, ഓപ്പറേഷൻ പ്രിസർവേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഓപ്പറേഷൻ പ്രിസർവേഷൻ പ്രോപ്പർട്ടി വേണം. ഇവിടെ 2 ഓപ്പറേഷൻ ആണോ ഉള്ളത്, അപ്പൊ 2 പേർക്കും വേണം. ഇൻ അഡിഷൻ എഫ് എന്ന് പറയുന്നത് 11 ഓൺ 2 കൂടെ ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഒരു എന്താണ്, റിംഗ് ഐസോമോർഫിസം ആണെന്ന് പറയും. റിംഗ് ഐസോമോർഫിസം ആണെന്നും കൂടെ നമ്മൾ പറയും. മോറോവർ എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്ന് ആർ ഡാഷിലേക്ക് പോകുന്ന ഒരു റിംഗ് ഐസോമോർഫിസം ആണെന്ന് വിചാരിക്കുക. റിംഗ് ഐസോമോർഫിസം ആണെന്ന് വിചാരിക്കുക. ഒരു റിംഗിൽ നിന്ന് മറ്റൊരു റിംഗിലേക്ക് നിങ്ങൾക്ക് ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആദ്യത്തെ റിംഗും രണ്ടാമത്തെ റിംഗും തമ്മിൽ ഐസോമോർഫിക് ആണെന്ന് നമ്മൾ പറയും. തമ്മിൽ ഐസോമോർഫിക് ആണ്. അതായത് ഒരു റിംഗ് തൊട്ട് മറ്റൊരു റിംഗ് വരെ, ഒരു റിംഗിൽ നിന്ന് മറ്റൊരു റിംഗിലേക്ക് നിങ്ങൾക്ക് ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ 2 റിംഗും ഐസോമോർഫിക് ആണ്. അതായത് കാണാൻ നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നുമെങ്കിലും അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. കാണാൻ നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നുമെങ്കിലും അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോ നിങ്ങള് എന്താണ് 1 2 3 4 5 6 എന്ന് പറയുമല്ലോ. ഇത് പക്ഷെ ഹിന്ദിയിലാണെങ്കിൽ നമ്മൾ പറയും 1 2 3 4 5. സംഭവം കാണാൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇവർ രണ്ടുപേരും. 1 2 3 4 5 6 1 2 3 4 മീൻസ് ഹിന്ദിയിൽ അങ്ങനെ വായിക്കുന്നതും രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ആണ് കാണാൻ. പക്ഷേ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നല്ലേ, നമ്പേഴ്സ്, രണ്ടുപേരും നമ്പേഴ്സ് അല്ലേ, ആണല്ലോ. അതാണ് അവർ ഉദ്ദേശം. ഐസോമോർഫിക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചത് അത്. രണ്ടുപേരും കാണാൻ അയ്യോ ഇത് വെവ്വേറെ ആൾക്കാരാണല്ലോ എന്ന് തോന്നും, പക്ഷെ രണ്ടുപേരും സത്യത്തിൽ ഒന്ന് തന്നെയാണ്. അതാണ് ഈ ഐസോമോർഫിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 2 റിംഗിന്റെ ഇടയിൽ ഒരു റിംഗ് ഐസോമോർഫിസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ 2 റിംഗും ഐസോമോർഫിക് ആണ്, ആ 2 റിംഗും ഐസോമോർഫിക് ആണ് എന്ന് പറയും. കഴിഞ്ഞു.